ഹലോ ഗായ്സ്, ഞാനും പോജോയും കൂടെ ഇന്ന് ഈവനിങ് വാക്കിന് പോവാണ്. പോജോ 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 ലുക്ക് 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 ജസ്റ്റ് ലുക്ക്. നടക്കാൻ പോവല്ലോ നമ്മളെ. നോക്ക് പോജോ, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ഈവനിങ് വാക്കിന് പോവല്ലേ? യെസ്. ഞങ്ങൾ താമസിക്കുന്നത് നോർത്ത് ഗോവയിലെ മപ്സ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ വൈകുന്നേരം അവൻ്റെ ഡിപ്രഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി എപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഓഫീസും കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ ഇവിടെ താഴത്തെ വീട്ടിൽ ഒരു ലളിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ഇതാണ് വീട്. വീടാണെങ്കിൽ ഒരു പഴയ ഗോവൻ വീടാണ്. ഇവിടുത്തെ പക്ഷേ വരാന്തയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സൺസെറ്റ് അടിപൊളിയാണ്. ഇതാണ്, ഈ ഒരു ഭാഗത്താണ് സൺസെറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് പട്ടികൾ. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഒരുപാട് പട്ടികളാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. ഞങ്ങൾ വൈകുന്നേരം സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലേക്കും ഒക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇവൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇവൻ ഫസ്റ്റ് പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുരയ്ക്കും. ഒരു ചെറിയ വാവ ഇവനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, പോകുന്നേ ഇല്ല. ഇവനെ കണ്ടിട്ട് ഭയങ്കര കൗതുകത്തോടെ നോക്കുക. വീട്ടിൽ ചെറിയൊരു ആമ്പലൊക്കെ വളർത്തുന്ന ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു ഇതുണ്ട്. അവിടെ നല്ല രസമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിട്ട് ഈ ഒരു ഭാഗമാണത്. പിന്നെ പോജോ തലയിൽ കയറി നിറങ്ങിയതുകൊണ്ട് ഞാൻ പിടിച്ചങ്ങ് കിട്ടിയിട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ലളിത, ഇതാണ് ലളിത. ഇവരൊരു ഹിന്ദു ഒരു ബ്രാഹ്മിൺ ഫാമിലി പോലെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ലളിത എന്ന് പേരിട്ടത്, അറിയില്ല. അപ്പോൾ ലളിത, ഞാനും വന്നപ്പോൾ തന്നെ ഈ ലളിതയോ എന്ന് വിചാരിച്ച്. ലളിത എന്നാണ് ഇവളുടെ പേര്. അങ്ങനെ ഞങ്ങളുടെ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഇത് കഴിയാണ്. ടാറ്റ ബൈ ബൈ.